പൊളിറ്റീഷ്യന്റെ ഭാര്യയാവുന്നതേ കുറച്ച് റിസ്ക് ഉള്ള കാര്യമല്ലേ? കാരണം നിങ്ങളിപ്പോ ഒരു വില കൂടിയ കാറ് വാങ്ങിച്ചാലോ കുറച്ചധികം ജ്വല്ലറി ഇട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ സ്വയം പ്രസന്റ് ചെയ്താലൊക്കെ വിമർശനങ്ങൾ കല്യാണം കഴിച്ചത് അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല. ജോ പൊളിറ്റീഷ്യൻ ആണോന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ച ടൈമില് ജോ പൊളിറ്റിക്സിലല്ലായിരുന്നു. പക്ഷെ അന്ന് അച്ചാച്ചനെ അതുപോലെ സപ്പോർട്ട് ചെയ്യും, അതുപോലെ ജോ അച്ചാച്ചന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഓരോ ഇലക്ഷന് അച്ചാച്ചൻ ഫീൽഡിലാണെങ്കിൽ ജോ ഇവിടെ ഇരുന്ന് ബാക്കപ്പ് വർക്ക് ആയിരുന്നു ഇവിടെ. പക്ഷെ പൊളിറ്റിക്സിൽ വരുന്നതിന് മുമ്പാ. ഇൻഫാക്ട് ജോ പൊളിറ്റിക്സിലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേരൻസ് എന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചേനെ. അന്ന് അങ്ങനെ ഒരു ഇതായിരുന്നു, ജോ ഇറങ്ങത്തില്ലല്ലോ അങ്ങനെ എന്നുള്ള രീതിയിലായിരുന്നു. എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല ഇറങ്ങുന്ന ആളല്ലെന്നോ. ഏതായാലും ഞങ്ങളുടേത് ഞാൻ അല്ലേ എൻ്റെ രീതിയിൽ അത് അറേഞ്ച്ഡ് ആയിരുന്നു. എൻ്റെ അപ്പാപ്പനെല്ലാം അന്വേഷിച്ചു, എല്ലാം കണ്ടിട്ടാണ് നമ്മൾ കല്യാണം ആയിട്ട് മുമ്പോട്ട് പോയത്. അപ്പം പിന്നെ മുമ്പ് ചോദിച്ചില്ലേ വിലയുള്ള കാറുകൾ എന്നാന്നുള്ള. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം എപ്പോഴും ഒന്നല്ലെങ്കിൽ ജോയുടെ പഴയത് അല്ലെങ്കിൽ അച്ചാച്ചന്റെ പഴയ ഫോണും കാറും എല്ലാം അങ്ങനെ തന്നെ. അവരുടെ പഴയത് ഞാൻ ഉപയോഗിക്കും. ജോയുടെ സെക്കൻഡ് ഹാൻഡ് കാറാണ്. ഞാൻ വിലയുള്ള ഒരു പേന കൊടുത്താലും മനസ്സിലാവുകയല്ല വിലയുള്ളതാണ്. കാരണം ബേസിക്കലി ഞാനൊരു ഐ എം നോട്ട് ഒരു ബ്രാൻഡ് കോൺഷ്യസ് പേഴ്സൺ അല്ല. നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇത്രേ പറയത്തുള്ളൂ, ജോ ഞാനൊരു വണ്ടി ഉപയോഗിക്കുമ്പോൾ ഞാനിങ്ങനെ വഴി കൂടെ പോകുന്നവർക്കൊക്കെ ലിഫ്റ്റ് കൊടുക്കും. അപ്പം ഞാൻ പറയും എപ്പോഴും ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ കുറെ പേർക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടി ആയിരിക്കണം അങ്ങനെയൊക്കെ. അപ്പൊ ജോ പറയും ചുരുക്കത്തി പറഞ്ഞ അത് ഇച്ചിരി വലിയ വണ്ടിയാണ്. ഞാൻ പറഞ്ഞ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒത്തിരി പേർക്ക് ഇരിക്കാൻ പറ്റണം അങ്ങനെയുള്ള രീതിയിലാണ്. പിന്നെ പെട്ടി സാധനങ്ങള് ഞാൻ ഒത്തിരി എൻ്റെ സോഷ്യൽ വർക്കാണ്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സാധനങ്ങള്. ആ വണ്ടി എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും കാണും. ആൾക്കാര് വഴി പോകുമ്പോൾ കയറ്റും, അതിനകത്ത് ആടിന്റെ ഭക്ഷണം കയറ്റും, ഈ പറയുന്ന മത്തി മീൻ കയറ്റും. ഇതിന്റെ ഇടയ്ക്ക് പട്ടിയെ പ്രസവിപ്പിക്കുന്നത് പോലും ചിലപ്പോൾ ഒരു പട്ടി പ്രസവിച്ചു. അതില് 11 പിള്ളേരുണ്ടായാലും 8 പിള്ളേര് വണ്ടിന്റെ അകത്ത് 8 പട്ടിക്കുട്ടികളുണ്ടായത് വണ്ടിയിലായിരുന്നു. ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയിരുന്നു. കാരണം അത് ഇച്ചിരി ഒരു ഇതായിട്ട് തോന്നി, പ്രസവം ഇതായിട്ട് തോന്നി. അല്ല അപ്പൊ എന്റെ കാറ് കയറുമ്പോ എല്ലാവർക്കും ഒരു ഇച്ചിരി ഒരു ഇതുണ്ട്. പിന്നെ പല രീതിയിൽ ആ കാറ് ഒരു ബ്ലെസ്ഡ് കാറാണ്. അതുകൊണ്ട് കാറും പേനായും ഉടുപ്പും ഒന്നും എന്താണെന്നൊന്നും നോക്കാറില്ല. അലിഗേഷൻസ് ഉണ്ടാവുമല്ലോ സോഷ്യൽ മീഡിയയിൽ, ഒരുപാട് ആരോപണങ്ങൾ ട്രോളുകൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ ഫോണിൽ ഫീഡായിട്ട് വരുമ്പോ എങ്ങനെ അതിനെ ഉൾക്കൊള്ളുക? ജോനൊരു വലിയ ഭാഗ്യമുണ്ട്, ജോ ഇതൊന്നും കാണാറില്ല. കാണുന്ന മുഴുവൻ ഞാനും മക്കളും ആ കൂടുതലും. തീർച്ചയായിട്ടും ആദ്യമൊക്കെ ഇതൊക്കെ കാണുമ്പം ആദ്യത്തെ കാലത്തൊക്കെ ഞങ്ങൾ കോട്ടയത്തായിരുന്നപ്പോൾ ജോ MP ആയിരുന്നപ്പോൾ അന്നൊക്കെ വരുമ്പോഴൊക്കെ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു, ശരിക്കും വിഷമം വരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേയും കൂടെ മുമ്പോട്ട് പോയി അച്ചാച്ചൻ മരിച്ചതിന് ശേഷം ആ സമയത്തൊക്കെ ഒത്തിരി ഞങ്ങൾക്കെതിരെ എന്നെ പേഴ്സണലി, ജോനെ പേഴ്സണലി, ഫാമിലിനെ പേഴ്സണലി പലതും ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നൊന്നും പറയുന്നത് എല്ലാവർക്കും അറിയാം എന്തൊക്കെയായിരുന്നു. അന്നൊക്കെ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം എനിക്കൊന്ന് നമ്മളിങ്ങനെ ഉരുക്കിയെടുക്കുമായിരുന്നു ദൈവം. ഈ ഓരോ ആലിഗേഷൻസും ഓരോന്നും പറയുമ്പോൾ നമുക്ക് സത്യം അറിയാം, വി നോ, നമ്മുടെ കോൺഷ്യസ് ക്ലിയർ ആണ്. എനിക്ക് ജോസിനെ അറിയാം, എനിക്ക് അച്ചാച്ചനെ അറിയാം. ഞങ്ങൾക്ക് അറിയുന്ന പോലെ വേറെ ആർക്കും അറിയത്തില്ലല്ലോ. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അറിയുന്ന അത്രയും നമുക്കറിയത്തില്ല. നമ്മൾ അറിയുന്ന അത്രയും പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. അത്രയും ക്ലോസ് ആയിട്ടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യമൊക്കെ സങ്കടം തോന്നുമായിരുന്നു, വിഷമം തോന്നും, കരഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ടൈം ഈസ് എ ഹീലർ. ടൈം നമ്മളെ എന്നാ പറയാ ഉരുക്കി നമ്മളെ മോൾഡ് ചെയ്ത് ഇപ്പം ആരെന്ത് പറഞ്ഞാലും ഒന്നും ഏക്കത്തില്ല. ഇൻഫാക്ട് ഞാനൊരു കാര്യം പറയാറുണ്ട് എല്ലാവരുടെ അടുത്തും. ഞാൻ ഐ എം എ ക്യാൻസർ സർവൈവർ. അപ്പം എനിക്ക് ക്യാൻസർ വന്നപ്പം പലരും ചോദിച്ചു, അയ്യോ ക്യാൻസർ വന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ? ഞാൻ പറഞ്ഞു അതിനേലും വലിയ ക്യാൻസറിൽ കൂടിയാണ് ഞാൻ പോയത്. ആൾക്കാർ നമ്മളെ ഇട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു. ദാറ്റ് വാസ് വെരി ബാഡ്. ക്യാൻസർ ഒന്നും അല്ലായിരുന്നു. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പം ഇന്നിപ്പം ഐ എം എ സ്ട്രോങ് വുമൺ താങ്ക്സ് ടു ജോയുടെ സപ്പോർട്ട്. ഒരു കണക്കിന് പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എനിക്കറിയത്തില്ല എന്തിനാ ഇപ്പം ആൾക്കാർ ഈ വ്യക്തിഹത്യ ചെയ്യുന്നത്. ഭയങ്കര മോശമാണ്, ഭയങ്കര മോശമായിട്ട്. നമ്മൾ ചിലപ്പം വിചാരിക്കും ജോനെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോൾ ഓ ഞങ്ങൾ അങ്ങ് ജോസ്കി വാങ്ങി അങ്ങനെ ഓണോന്നും പറയും. പക്ഷെ ആ ആളല്ല ശരിക്കും ഈ മനുഷ്യന് ഞാൻ ഇത്രേ പറയത്തുള്ളൂ, നിങ്ങളൊന്ന് വന്ന് മീറ്റ് ചെയ്യുക, സംസാരിക്കുക.
നിങ്ങളൊന്ന് വീട്ടിൽ വാ, മീറ്റ് ചെയ്യുക, സംസാരിക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാനുള്ളത് പറ. അത് ചിലർക്കൊക്കെ ഒരു സന്തോഷം വരും അങ്ങനത്തെ ഭാഷകളിലും എനിക്കറിയില്ല. അങ്ങനത്തെ ജോലി ഇതൊക്കെ ഭയങ്കര- അവരുടെ സന്തോഷത്തിന് വിട്ടേക്കുക. ജോ ഭയങ്കര അൺഎഫക്റ്റഡ്. അച്ചാച്ചൻ ഇതുപോലെ തന്നെയായിരുന്നു, ഭയങ്കര അൺഎഫക്റ്റഡ് ആയിരുന്നു. ഓരോരുത്തർ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന്. അങ്ങനെ ഞാൻ അച്ചാച്ചൻ്റെ നിന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് അവരുടെ എയിം എന്നാ നമ്മളെ മോറലി ഈ പറയുന്ന അങ്ങോട്ട് ഭയങ്കരമായി ഡൗൺ ആക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ നമ്മൾ ഡൗൺ ആകുന്നില്ലെങ്കിൽ അവരെന്നെ പറഞ്ഞൊരു കാര്യം ഒരു കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന സന്തോഷത്തിൽ കിട്ടിപ്പോട്ടെ, നന്നാകട്ടെ. വലിയൊരു ഫോട്ടോ കളക്ഷൻ പോലെ ഉണ്ട് ഇവിടെ. ജീവിതത്തിൽ പല പ്രധാനപ്പെട്ട നിമിഷങ്ങളും ഉണ്ട്. ഇതെന്താ ശരിക്കും? ഇത് പോപ്പിനെ നേരിട്ട് കാണുന്നതാണോ? ഇത് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത് ഇടയില്ലാത്തതുകൊണ്ട് ശകലം മാത്രം വെച്ചിട്ടേ ഉള്ളൂ. ചാച്ചൻ്റെ ഉണ്ട്, അതുപോലൊപ്പം തന്നെ എൻ്റേതുണ്ട്. അപ്പോൾ കൂടുതലും ചാച്ചനുമായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോകളാണ് ഇവിടെ ഞാൻ വെച്ചത്. അതുപോലെ തന്നെ എൻ്റെ ബുക്കുകളുണ്ട്. അതുകൂടാതെ അവിടെയുള്ളത് ഈ പറഞ്ഞ ചാച്ചനെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഒരു ആത്മബന്ധ ലോ ചാച്ചന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലായിരുന്നു ഞാനൊരു ജഡ്ജാവും, സുപ്രീം കോടതി പോവും, ചീഫ് ജസ്റ്റിസ് ആവും എന്നൊക്കെ ഉള്ളതായിരുന്നു സ്വന്തം. അല്ലെങ്കിൽ ആയാലായിരുന്നായിരിക്കും. പക്ഷെ ഇത് പിന്നെ ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ റോമിൽ പോയപ്പോൾ പോപ്പിനെ കണ്ട് ആണ്. ഞാൻ കഴിഞ്ഞ അന്തരിച്ച ഫ്രാൻസിസ് പോപ്പ് എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ടായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് പോപ്പിൻ്റെ സ്ഥാനാരോഹണത്തിന് ഡെലിഗേഷനായിട്ട് ഇന്ത്യയിൽ നിന്ന് 3 പേരാണ് പോയത്. ഞാൻ മന്ത്രി ഉണ്ടായിരുന്നു, ഞങ്ങൾ 2-3 പേര് MP-മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വറ്റിക്കാൻ സ്ക്വയറിലാണ് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ പുറത്താണ് സാധാരണ നടക്കുന്നത്. അറിയാവുന്ന വലിയൊരു ഫോട്ടോ ഉണ്ടായിട്ടുള്ള ഫോട്ടോയിലാണ്. അപ്പോൾ 5 ലക്ഷം പേരോളം. അപ്പോൾ അവിടെ ഈ സ്ഥാനാരോപണം കഴിഞ്ഞിട്ട് പിതാവ് എന്ന് പറഞ്ഞാൽ ഹോളി ഫാദർ പോപ്പ് അകത്തേക്ക് കയറി ചർച്ചിനകത്തോട്ട് കെട്ടിയിട്ടുണ്ടകത്തോട്ട് കയറി സെൻറ്റ് പീറ്റേഴ്സിന്. അപ്പോൾ കുറച്ച് ആൾക്ക് അവിടെ ഒത്തിരി പേര് വന്നു. എന്ന് പറഞ്ഞാൽ സ്കാൻഡിനേവിയൻ കൺട്രീസുള്ള പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, അതോടൊപ്പം തന്നെ ആഫ്രിക്കയിലെ കൺട്രീസ്, യൂറോപ്പിലുള്ളത്, അർജന്റീന എന്നുള്ളത്, ഇങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തൊരു 10-30 പേർക്ക് മാത്രം ഈ ഇതിനകത്തോട്ട് കയറിയിട്ട് പിതാവൊന്ന് ഏറ്റവും മുമ്പിൽ ആ ഓൾട്ടറിൽ നിൽക്കും. എന്നിട്ട് എല്ലാവരും ഒന്ന് കണ്ട് ബ്ലസ് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് തൊട്ടെങ്കിലും ബ്ലസ് ചെയ്ത് ഒന്ന് കുശലം പറഞ്ഞ് അങ്ങ് പോകും. അപ്പോൾ പിതാവ് ഇങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഈ മന്ത്രിക്കുകയും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളോട് അറിയാമല്ലോ, ഞങ്ങളോട് ഇടയ്ക്കൂടെ ഒന്ന് കയറി അകത്തേക്ക് കയറാൻ പറ്റി. ഞാനും അവിടെ നിൽക്കുക. അപ്പം നോക്കുമ്പോൾ ഉണ്ട് കുറേ പേര് നിൽക്കുന്നു, ഓരോരുത്തർ കുറച്ച് നേരം എടുക്കും. അങ്ങനെ നിന്ന് പിതാവിൻ്റെ അടുത്തേക്ക് പോവുക. അപ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്നത് ആരാന്നൊന്നും നോക്കാവും. എൻ്റെ മുമ്പിൽ നിന്നത് പിതാവിനെ കാണാൻ ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് പതുക്കെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ അന്നത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു. അവ ഇങ്ങനെ നിൽക്കുകയാണ് അതിനകത്ത്, ഇങ്ങനെ നിന്നുകൊണ്ട് അവിടെ ഇരുന്ന് ചെന്നു. പിന്നെ അദ്ദേഹം കണ്ടു, പോയി ബ്ലസ് ചെയ്തു. അപ്പം ഞാനും ചെന്നു കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഒരു മിനിറ്റിൽ 1.5 മിനിറ്റിൽ കൂടെ അത്രയും പോലും കിട്ടത്തില്ല. ഉടനെ പറഞ്ഞു, ഐ ആം ഫ്രം ഇന്ത്യ, ഐ ആം ദ മെമ്പർ ഓഫ് ദി പാർലമെൻറ്റ് ആൻഡ് ഫ്രം കേരള. കേരളത്തിലാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രൈസ്തവ സഭയുടെ ഒക്കെ അച്ഛന്മാരും അതോടൊപ്പം തന്നെ പിതാക്കന്മാരും ഒത്തിരി പേര് ലോകരാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ട് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ ഇങ്ങനെ കൈകൊണ്ട് തൊട്ടൊന്ന് ബ്ലസ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു, പ്രേ ഫോർ മീ എന്നൊക്കെ പറഞ്ഞു. പ്ലീസ് ഡു പ്രേ ഫോർ മീ എന്നും പറഞ്ഞ് തിരിച്ച് എനിക്ക് വേണ്ടിയും കൂടെ താങ്കൾ എനിക്ക് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ വളരെ എളിമയുള്ള ഒരു വ്യക്തിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ കണ്ടപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.